സുപ്രീം എഡ്യൂക്കേഷൻ കൗൺസിലിന് മുമ്പാകെ ഖത്തറിലെ സ്വകാര്യ സ്കൂളുകൾ ഏറെക്കാലമായി ഫീസ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു വരികയായിരുന്നു. രാജ്യത്തെ ജീവിത നിലവാരം ഉയർന്നതും അടുത്തിടെയുണ്ടായ ഇന്ധന വില വർധനയും ചൂണ്ടിക്കാട്ടി ഫീസ് വർധനയ്ക്കായുള്ള സ്കൂളുകളുടെ സമ്മർദ്ദം കൂടി വരികയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് അടുത്ത അധ്യയന വർഷം മുതൽ ഫീസ് വർധന ഉണ്ടായേക്കുമെന്ന സൂചന സുപ്രീം എഡ്യൂക്കേഷൻ കൗൺസിൽ നൽകിയത്. അതേസമയം ചെറിയ തോതിലുള്ള വർധന മാത്രമേ തുടക്കത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നും രക്ഷിതാക്കളെ ഒറ്റയടിക്ക് ബാധിക്കുന്ന തരത്തിൽ ഫീസ് വർദ്ധിപ്പിക്കരുതെന്നുമാണ് കൗൺസിലിന്റെ നിലപാട്. ശാസ്ത്രീയവും സുതാര്യവുമായ രീതിയിലായിരിക്കും വർധന നടപ്പിലാക്കൂ എന്ന് സുപ്രീം എഡ്യൂക്കേഷൻ കൗൺസിലിലെ പ്രൈവറ്റ് സ്കൂൾ മേധാവി ഹമദ് മുഹമ്മദ് അൽ ഖനി അറിയിച്ചു. ഖത്തറിലെ ഇന്ധന വിതരണ കമ്പനിയായ വുഖൂദ് കഴിഞ്ഞ ദിവസം ഡീസൽ വില 50% വർദ്ധിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ട്രാൻസ്പോർട്ടേഷൻ ഫീസ് കൂടി വർദ്ധിപ്പിക്കാനാണ് സ്കൂളുകൾ ആലോചിക്കുന്നത്. എന്നാൽ ഓരോ സ്കൂളുകളുടെയും സാമ്പത്തിക നില കൂടി പരിഗണിച്ചായിരിക്കും ഫീസ് വർധന നടപ്പിലാക്കേണ്ടതെന്നും രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ചെലവുകൾ പരിഗണിച്ച് ഫീസ് വർദ്ധിപ്പിക്കുന്നതിന് തങ്ങൾ എതിരല്ലെന്നും സുപ്രീം എഡ്യൂക്കേഷൻ കൗൺസിൽ പറഞ്ഞു. മുൻവർഷത്തെ ഫീസ് കൂടി പഠിച്ച ശേഷമായിരിക്കും വർധന നടപ്പിലാക്കുക. രാജ്യത്ത് ഇനിയും കൂടുതൽ സ്കൂളുകൾ ഉണ്ടാവേണ്ടതുണ്ടെന്നും സുപ്രീം എഡ്യൂക്കേഷൻ കൗൺസിൽ അഭിപ്രായപ്പെട്ടു. നിലവിൽ തന്നെ ഖത്തറിൽ ജീവിത ചെലവ് കൂടിയതിനു പുറമെ സ്കൂൾ ഫീസ് വർധന കൂടി നടപ്പിലാക്കുന്നതോടെ രാജ്യത്തെ പ്രവാസി രക്ഷിതാക്കളെ തന്നെയാണത് കാര്യമായി ബാധിക്കുക. മുജീബുർ റഹ്മാൻ, മീഡിയ 1, ദോഹ.